അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബാബ് റയ്യാൻ എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാനുള്ളത് പുത്തനത്താണി ടൗൺ സുന്നി ജുമാ മസ്ജിദിലാണ്. നമ്മോടൊപ്പമുള്ളത് മുസ്തഫ സഖാഫി കാടാമ്പുഴയാണ് നമ്മോടൊപ്പം എന്നുള്ളത്. ഇന്നത്തെ വിഷയം നോമ്പ് ശാസ്ത്രത്തിൻ്റെ വെളിച്ചത്തിൽ എന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വആലി കുല്ലിൻ വസ്വഹാബത്തി അജ്മഈൻ അമ്മാ ബഅദ്. നോമ്പ് ശാസ്ത്രീയ വീക്ഷണത്തിൽ എന്ന വിഷയത്തെ സംബന്ധിച്ച് ഏതാനും ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. സർവേശ്വരനായ അള്ളാഹു ആവത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുന്നു. ആത്മസംസ്കരണത്തിൻ്റെ മാസമാണ് വിശുദ്ധ റമളാൻ. മനസ്സും ശരീരവും ഇലാഹി സ്മരണയിൽ സമർപ്പിക്കപ്പെടുന്ന പുണ്യദിനരാത്രങ്ങൾ. ഔദാര്യത്തിൻ്റെയും സഹനത്തിൻ്റെയും നിറവസന്തങ്ങളാണ് വിശുദ്ധ റമളാനിൻ്റെ ദിനരാത്രങ്ങൾ. ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ നാലാമത്തേതാണ് വിശുദ്ധ റമളാൻ. റമളാനിലെ നോമ്പിന് ഏറെ പ്രാധാന്യം നൽകപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. നോമ്പിനെ കുറിച്ച് പഠിക്കുവാൻ ആധുനിക സമൂഹം തയ്യാറായിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. അമിതാഹാരത്തിൻ്റെയും അഹിതാഹാരത്തിൻ്റെയും ഫലമായി ശരീരത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന രോഗം കൊണ്ട് വിഷമിക്കുന്നവനാണ് ലോകത്തെ ബഹുഭൂരിപക്ഷം ജനങ്ങളും. പട്ടിണിയുടെയും പരിവട്ടത്തിൻ്റെയും ഫലമായി രോഗപീഠയിൽ കഴിഞ്ഞിരുന്ന ഇന്നലെകളെക്കുറിച്ച് നാം വായിച്ചിട്ടുണ്ട്. പക്ഷേ ആധുനിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി അമിതാഹാരത്തിൻ്റെ പേരിൽ ശരീരത്തിൽ കുമിഞ്ഞുകൂടിയിട്ടുള്ള മാലിന്യങ്ങൾ ശരീരത്തിൽ ഉണ്ടാക്കുന്ന പേടിപ്പെടുത്തുന്ന രോഗത്തിൻ്റെ ഭീതിതമായ അവസ്ഥകളാണ്. വിശുദ്ധ റമളാൻ വിഭാവനം ചെയ്യുന്ന വ്രതം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പരിഹാരമാണ് മനുഷ്യൻ്റെ രോഗത്തെ പ്രതിരോധിക്കുന്നതിൽ നൽകുന്നതെന്ന കാര്യത്തിൽ സംശയമില്ല. 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശക്തരും ഭീമരുമായ അറേബ്യൻ സമൂഹത്തെ തൻ്റെ ആശയഗതിയിലേക്ക് പിടിച്ചുകൊണ്ടുവരാൻ ഒരു ഉപായമായി ലോകത്തോട് പറഞ്ഞതായിരുന്നില്ല വിശുദ്ധ റമളാനിലെ നോമ്പ്. വ്യക്തിയുടെ ആത്മശുദ്ധീകരണത്തിനും സമൂഹത്തിൻ്റെ ആത്മീയോത്കർഷത്തിനും ഉപയുക്തമാണ് നോമ്പെന്ന തിരിച്ചറിവില്ലെന്നാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാഹിനെ സ്മരിക്കാൻ വ്രതമെന്ന് പറയുന്ന ഈ കർമ്മത്തെ ലോകത്തോട് വിളംബരപ്പെടുത്തുന്നത്. റമളാനിലെ നോമ്പ് മുമ്പേ കഴിഞ്ഞ സമൂഹങ്ങളിലെല്ലാം നിലകൊണ്ടിരുന്ന ഒരാരാധനയായിരുന്നു. വിശുദ്ധ ഖുർആൻ തന്നെ അത് ശരിവെക്കുന്നത് കാണാൻ കഴിയും. 2-ാം അധ്യായത്തിൽ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് റമദാനിലെ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ
നിങ്ങൾക്കും നോമ്പിനെ നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവരാകാൻ വേണ്ടി. നോമ്പിൻ്റെ പരമവും പ്രധാനവുമായ ലക്ഷ്യമായി വിശുദ്ധ ഖുർആൻ പറയുന്നത് ഭക്തി ഉണ്ടാക്കുക, ജഗനിയന്താവായ അള്ളാഹുവിനെ പേടിക്കുന്ന ഒരു സമൂഹമായി പരിവർത്തിപ്പിച്ചെടുക്കുക എന്നുള്ളതാണെങ്കിൽ, ഇന്ന് നോമ്പ് നൽകുന്ന ജീവിതക്രമം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ നേടിത്തരുന്ന നേട്ടങ്ങളെ സംബന്ധിച്ച് നാം പഠനം നടത്തിയാൽ തീർച്ചയായും ഇസ്ലാം നിഷ്കർഷിക്കുന്ന നോമ്പെന്ന് പറയുന്ന അനുഷ്ഠാനം ലോകത്തെ മുഴുവൻ ശാരീരികമായ പ്രയാസങ്ങൾക്കും പ്രതിബന്ധങ്ങൾക്കും പരിഹാരമാണ് എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. അമേരിക്കയിലെ ഏതാനും ചില ശാസ്ത്രജ്ഞന്മാർ വിശുദ്ധ ഇസ്ലാം വിഭാവനം ചെയ്യുന്ന പുണ്യകരമായ റമദാനിലെ നോമ്പിനെക്കുറിച്ച് പഠനം നടത്തി. നോമ്പെന്ന് പറയുന്ന കർമ്മം ശരീരത്തിന് നൽകിക്കൊണ്ടിരിക്കുന്ന നേട്ടത്തെ സംബന്ധിച്ച് അവർ സമൂഹത്തോട് പറഞ്ഞു. 11.5 മണിക്കൂർ ഒരു മനുഷ്യൻ ഉപവസിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യൻ്റെ ശരീരത്തിൽ, ആ മനുഷ്യൻ്റെ കുടലിലെ പെരിട്ടോണിയം പൊട്ടും. പെരിട്ടോണിയം പൊട്ടിക്കഴിഞ്ഞാൽ ബോഡിയുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു എൻസൈം കുടലിലേക്ക് ആഴ്ന്നിറങ്ങും. കുടലിലേക്ക് ആഴ്ന്നിറങ്ങിയ ഈ എൻസൈം കുടൽ സ്വീകരിച്ചു കഴിഞ്ഞാൽ ശരീരത്തിൽ 10 ഇരട്ടി പ്രതിരോധ ശക്തി ഉണ്ടാകും എന്ന് അമേരിക്കയിലെ ഏതാനും ചില ശാസ്ത്രജ്ഞന്മാർ മുസ്ലിമീങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ആരാധനാശീലത്തെ നിരീക്ഷിച്ചുകൊണ്ട് കണ്ടെത്തി. അവരാശ്ചര്യഭരിതരായി. 1400 വർഷങ്ങൾക്ക് മുമ്പ് ശാസ്ത്രരംഗത്തെ ശാസ്ത്രം വികാസം പ്രാപിച്ചിട്ടില്ലാത്ത വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകർ എന്ന് പറയുന്ന നിരക്ഷരനായ ഒരു വ്യക്തി ലോകത്തോട് ഇത്രയും അത്ഭുതപ്പെടുത്തുന്ന, ശരീരത്തെ എല്ലാത്തിൽ നിന്നും മാറ്റി നിർത്താനുതകുന്ന ഒരു സമ്പ്രദായത്തെക്കുറിച്ച് വളരെ വ്യക്തമായി ജനങ്ങളോട് ഉത്ബോധിപ്പിച്ചു എന്ന കാര്യത്തിൽ അവരൊക്കെ ആശ്ചര്യം പ്രകടിപ്പിക്കുന്നത് കാണാൻ കഴിയും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, റമദാനിനെ നോമ്പിനെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ റമദാനിലെ നോമ്പ് മാത്രമല്ല, വിശുദ്ധ ഇസ്ലാം ആധുനിക ശാസ്ത്രവുമായി ഇസ്ലാമിൻ്റെ നയങ്ങളും നിലപാടുകളും യോജിക്കുന്നു എന്ന് പറയുന്നത് വലിയൊരു മേന്മയായി നമുക്ക് പറയാൻ കഴിയുകയില്ലെങ്കിലും വിശുദ്ധ ഇസ്ലാം മുമ്പേ നിഷ്കർഷിച്ച ചില വിഷയങ്ങൾ ആധുനിക ശാസ്ത്രം വളരെ വൈകിയാണ് അത്തരം നിരീക്ഷണങ്ങളിലേക്ക് എത്തിപ്പെട്ടത് എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് ആധുനിക ശാസ്ത്രം പറഞ്ഞ വിസ്ഫോടന സിദ്ധാന്തത്തെക്കുറിച്ച് നാം വായിച്ചിട്ടുണ്ട്. പ്രപഞ്ചം ഉണ്ടായത് ഒരു വിസ്ഫോടനത്തിലൂടെയാണ്. ഏക ബിന്ദുവിൽ കേന്ദ്രീകരിച്ച് വികാസം പ്രാപിക്കാതെ സങ്കോചിച്ച് കിടന്നിരുന്ന പ്രപഞ്ചത്തെ ഒരു വിസ്ഫോടനത്തിലൂടെ വിവിധ ഗാലക്സികളും ഗോളങ്ങളുമാക്കി മാറ്റിയെടുത്തു എന്നാണ് ആധുനിക ശാസ്ത്രം വിസ്ഫോടന സിദ്ധാന്തത്തിലൂടെ ലോകത്തോട് പറഞ്ഞതെങ്കിൽ, ലോകത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച്, പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് പറഞ്ഞതെങ്കിൽ, അക്ഷരാഭ്യാസമില്ലാത്ത കാട്ടറബികളെ ഉത്ബോധനം ചെയ്തുകൊണ്ട് വിശുദ്ധ ഇസ്ലാം പറഞ്ഞു, അവലം യറല്ലദീന കഫറു അന്ന സമാവാതി വൽ അർളി കാനതാ റത്കൻ ഫഫതകനാഹുമ. അവിശ്വാസികളെ, നിങ്ങൾ കാണുന്നില്ലേ? അന്ന സമാവാതി വൽ അർളി, ആകാശവും ഭൂമിയും, കാനതാ റത്കൻ, അത് ഇഴകിച്ചേർന്നതായിരുന്നു. ഫഫതകനാഹുമ, അങ്ങനെ നാം ഒരു സ്ഫോടനത്തിലൂടെ വിവിധ ഗോളങ്ങളാക്കി അതിനെ മാറ്റിയെടുത്തു എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്, വിസ്ഫോടന സിദ്ധാന്തത്തിലൂടെ ഭൂമിയെയും ആകാശത്തെയും രണ്ടാക്കി തിരിച്ചു എന്ന് ആധുനിക ശാസ്ത്രം പറയുന്നത് 1960കളിലാണ്. പക്ഷേ വിശുദ്ധ ഖുർആൻ 1400 വർഷങ്ങൾക്ക് മുമ്പ് ഈ സത്യത്തെ ലോകത്തോട് വിളംബരപ്പെടുത്തിയിട്ടുണ്ട്. ഗലീലിയോ എന്ന് പറയുന്ന ലോകപ്രശസ്തനായ ശാസ്ത്രജ്ഞനെക്കുറിച്ച് നാം കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തെ ആ കാലഘട്ടത്തിലെ ഭരണാധികാരികൾ, ആ കാലഘട്ടത്തിൽ പ്രവർത്തിച്ചിരുന്ന
ക്രൈസ്തവ മതത്തിൻ്റെ വിശ്വാസങ്ങളുമായി അദ്ദേഹത്തിൻ്റെ നിഗമനങ്ങളും ശാസ്ത്രീയ നിരീക്ഷണങ്ങളും യോജിച്ചില്ലെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ കൊലപ്പെടുത്തിയതിന് ചരിത്രം സാക്ഷിയാണ്. ഗലീലിയോ കണ്ടെത്തിയതെന്തായിരുന്നു? ഭൂമിയും സൂര്യനും ചന്ദ്രനുമടങ്ങുന്ന എല്ലാ ഗോളങ്ങളും കറങ്ങിക്കൊണ്ടിരിക്കുന്നു. വർഷങ്ങൾ നീണ്ട ഗവേഷണ പഠനത്തിനൊടുവിൽ താൻ കണ്ടെത്തിയ ഈ യാഥാർത്ഥ്യത്തെ ലോകത്തോട് ഗലീലിയോ വിളിച്ചു പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ കഴുമരത്തിലേക്ക് തൂക്കിക്കൊല്ലുവാനായിരുന്നു ആ കാലഘട്ടത്തിലെ ഭരണാധികാരികൾ തയ്യാറായിരുന്നത്. എന്തായിരുന്നു അതിന് പറഞ്ഞിരുന്ന കാരണം? തങ്ങളുടെ വേദങ്ങളിൽ പറഞ്ഞ നിലപാടിന് വിരുദ്ധമാണ് ഇദ്ദേഹത്തിൻ്റെ ശാസ്ത്രീയ നിഗമനങ്ങളെന്നാണ്. പക്ഷേ വിശുദ്ധ ഖുർആൻ ഗലീലിയോ വർഷങ്ങൾ നീണ്ട ഗവേഷണ പഠനങ്ങൾക്കൊടുവിൽ ലോകത്തോട് പറയുന്നതിന് മുമ്പ്, ലോകത്തോട് വിളംബരപ്പെടുത്തുന്നതിന് മുമ്പ് വിശുദ്ധ ഖുർആൻ നിരക്ഷരരായ അറബികളോട് പറഞ്ഞു, വഹുവല്ലദീ ഖലഖസ് സമാവാതി വൽ അർള് എന്ന് തുടങ്ങുന്ന വിശുദ്ധ ഖുർആനിൻ്റെ സൂക്തം നമ്മോട് പറയുന്നത് അതാണ്. ആകാശവും ഭൂമിയും ചന്ദ്രനും മറ്റു ഗോളങ്ങളും ഗാലക്സികളുമെല്ലാം അവയെല്ലാം സൃഷ്ടിച്ചവൻ ജഗനിയന്താവായ അല്ലാഹുവാണ്. വകുല്ലും ഫീ ഫലകി യസ്ബഹൂൻ, ഓരോ ഗോളങ്ങളും ഓരോ ഗാലക്സികളും അതിൻ്റെ ഭ്രമണപഥത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. വിശുദ്ധ ഖുർആൻ ഇത്തരം നിരീക്ഷണങ്ങളെ ആധുനിക ശാസ്ത്രം ലോകത്തോട് വിളിച്ചു പറയുന്നതിൻ്റെ എത്രയോ മുമ്പ് വിശുദ്ധ ഖുർആൻ ഈ സത്യങ്ങളെ ലോകത്തോട് വിളംബരപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ പറയുന്നത് വിശുദ്ധ ഇസ്ലാമിൻ്റെ ആരാധനാശീലങ്ങളെ, വിശുദ്ധ ഇസ്ലാമിൻ്റെ അനുഷ്ഠാന രീതികളെ നാം നിരീക്ഷിച്ചാൽ, അതിൽ ശാസ്ത്രീയ നിരീക്ഷണത്തിന് നാം വിധേയമാക്കുകയാണെങ്കിൽ ആധുനിക സമൂഹത്തിന് അവരുടെ ജീവിതത്തിൽ തീർച്ചയായും അനുവർത്തിക്കേണ്ട സിദ്ധാന്തങ്ങളും അനുഷ്ഠാന രീതികളും വിശ്വാസ പ്രമാണങ്ങളുമാണ് ഇസ്ലാമിൻ്റേത് എന്ന് ബോധ്യപ്പെടും. നിങ്ങൾ നോക്കൂ, വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്ന ഹജ്ജ് കർമ്മം, ഉദാത്തമായ മാതൃകകൾ വിശുദ്ധ ഹജ്ജ് കർമ്മത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു. ഹജ്ജ് കർമ്മത്തിലൂടെ ഒരു മുസ്ലിം ഹജ്ജ് നിർവഹിക്കുന്നതിലൂടെ അവിടെ പ്രകടിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് വിശുദ്ധ മാനവികതയുടെ ഉദാത്തമായ മാതൃകകളാണ്. ഉള്ളവനും ഇല്ലാത്തവനും, പണക്കാരനും പാവപ്പെട്ടവനും, ദളിതനും സമ്പന്നനും എല്ലാവരും ഒരേ വസ്ത്രങ്ങൾ ധരിച്ച് പ്രപഞ്ചത്തിൻ്റെ അധികായകനെ സ്മരിക്കുകയും അവനെക്കുറിച്ചുള്ള ഓർമ്മയിൽ സമയം ചെലവഴിക്കുകയും ചെയ്യുന്ന വിശുദ്ധ കർമ്മം. ഉള്ളവന് മാത്രം ഉള്ളതല്ല ഹജ്ജ്, ഉള്ളവന് മാത്രമുള്ളതല്ല നിസ്കാരം. നിസ്കാരത്തിലേക്ക് മുസ്ലിമീങ്ങൾ അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്ന നിസ്കാരമെന്ന് പറയുന്ന ഇസ്ലാമിൻ്റെ വളരെ പ്രധാനപ്പെട്ട കർമ്മത്തിലേക്ക് നിങ്ങളൊന്ന് നിരീക്ഷണം നടത്തി നോക്കൂ. അതിലും നമുക്ക് കണ്ടെത്താൻ കഴിയും, ഉള്ളവനും ഇല്ലാത്തവനും എല്ലാവരും അവരുടെ നെറ്റിത്തടത്തെ ജഗനിയന്താവിൻ്റെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. എല്ലാവരും പട്ടിണി കിടന്ന് ഇലാഹിനെ സ്മരിക്കുന്ന രീതിയാണ് നോമ്പിലൂടെ നാം കാണുന്നത്. പാവപ്പെട്ട, ഒരു നേരത്തെ സ്വത്തടക്കാൻ വകയില്ലാതെ കഷ്ടപ്പെടുന്ന ഈ രാജ്യത്തെ പട്ടിണി പാവങ്ങളുടെ വിശപ്പിൻ്റെ ആഴവും പരപ്പും സമൂഹത്തിലെ മുഖ്യധാരയിൽ കഴിയുന്ന സമ്പന്ന വിഭാഗത്തിന് തിരിച്ചറിയാൻ അവസരം നൽകുക എന്നതിനോടൊപ്പം തന്നെ ഇസ്ലാം നോമ്പ് നിഷ്കർഷിക്കുന്നതിലൂടെ ചെയ്യുന്നത് ആരോഗ്യത്തെ സംരക്ഷിക്കൽ കൂടെയാണ്. അമിതമായ ഭക്ഷണം, അഹിതങ്ങളായ ഭക്ഷണക്രമം നമുക്ക് നൽകിയിട്ടുള്ള രോഗങ്ങൾ ധാരാളമാണ്. മനുഷ്യൻ്റെ ശരീരത്തിൽ ഇന്ന് വിവിധങ്ങളായ രോഗങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. മുമ്പ് കേട്ടുകേൾവിയില്ലാത്ത വിവിധങ്ങളായ രോഗങ്ങൾ, ഹാർട്ട് അറ്റാക്കും ക്യാൻസറും അതുപോലെ അമിതവണ്ണവും അതിനെ തുടർന്നുണ്ടാകുന്ന പ്രമേഹവും ഇതുപോലെയുള്ള വിവിധങ്ങളായ ലോകത്തെ പേടിപ്പെടുത്തുന്ന രോഗങ്ങൾ. ഇന്ത്യൻ ജനതയുടെ 30% പ്രമേഹ രോഗികളാണ് എന്നുള്ള വാർത്ത നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ്? ശരീരം നമ്മുടെ ഭക്ഷണക്രമത്തിൻ്റെ ഫലമായി ശരീരത്തിൽ ഉളവായിക്കൊണ്ടിരിക്കുന്ന വിവിധങ്ങളായ രോഗങ്ങൾ നമ്മുടെ ആയുർദൈർഘ്യത്തെ പോലും പേടിപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. തീർച്ചയായും ഇസ്ലാം നിഷ്കർഷിക്കുന്ന ഈ ആരാധനാരീതി, മുസ്ലിംകൾ അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്ന വിശുദ്ധമായ നോമ്പ് തീർച്ചയായും മനുഷ്യന് ആയുസ് വർദ്ധിപ്പിച്ചു നൽകുന്നു.